ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിന്റെ ഉദ്ഗ്രഥനം 1ാം ദിവസം ഓണപരീക്ഷയുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ പോകുന്നത്. പ്രവർത്തനം 1 ഒരു പിക്ചർ അനാലിസിസ് പോലെയാണ്. മീനുവിന്റെ മുഖം. നല്ല തണുത്ത കാറ്റ്. മീനു ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മാനം കറുത്തിരുണ്ടു. കാറ്റിന് ശക്തി കൂടി. മരങ്ങൾ ആടി ഉലഞ്ഞു. മഴത്തുള്ളികൾ മണ്ണിലേക്ക് വീണു. മണ്ണ് കുതിർന്നു. പൊതുമണം പരന്നു. ചെടികളും പൂക്കളും മഴയിൽ കുളിച്ചു. മഴ നനയാൻ മീനുവിന് മോഹമായി. യോജിച്ചവ ചേർത്ത് വരയ്ക്കാനാണ് പറഞ്ഞത്. കാറ്റിന് ശക്തി കൂടി. മാനം കറുത്തിരുണ്ടു. മരങ്ങൾ ആടി ഉലഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മഴത്തുള്ളികൾ മണ്ണിലേക്ക് വീണപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഗ്രാഫിൽ നിന്ന് എഴുതാവുന്നതേ ഉള്ളൂ. മഴത്തുള്ളികൾ മണ്ണിലേക്ക് വീണപ്പോൾ മണ്ണ് കുതിർന്നു. പുതുമണം പരന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിലും എളുപ്പമായിരുന്നു. മഴയ്ക്ക് മുമ്പും ശേഷവും പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണുന്നത്? നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. മഴയ്ക്ക് മുൻപ് കാറ്റ് ആഞ്ഞു വീശി. കാർമേഘം ഉരുണ്ടുകൂടി. മഴയ്ക്ക് ശേഷം ആകാശം തെളിഞ്ഞു. മുറ്റത്ത് നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നു എന്നൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ് ഈ ഒരു ആൻസർ. 3ാമത്തെ പ്രവർത്തനം കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാനാണ്. ആർക്കും തൊടാനാകാത്ത നീലക്കുട ആകാശം. അതുപോലെ വില്ലാണ് പക്ഷെ ഞാണില്ല കെട്ടാൻ. ഉത്തരം മഴവില്ലാണ്. ഇനി തക്കാളി ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതാനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനം തന്നെയാണിത്. എന്ത് വേണമെങ്കിലും എഴുതാൻ. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുവന്നിരിക്കും, തുടുത്തിരിക്കും, പുളിപ്പുള്ളവൻ ഞാൻ ആരെന്നാണ്. ബേസിക്കലി എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ഇനി കൃഷിയുമായി ബന്ധപ്പെട്ടൊരു പഴഞ്ചൊല്ലും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് തന്നെയാണ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 10 ഗുണം 10 എന്നാണ്. ഇനി ഇതുപോലെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പല പഴഞ്ചൊല്ലുകളിൽ ഏത് വേണമെങ്കിലും എഴുതാവുന്നതായിരുന്നു. ഇനി അടുത്തത് ശക്തമായ കാറ്റിൽ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു. മഴയത്തും വൈദ്യുതി കമ്പികൾ ശരിയാക്കുന്ന തൊഴിലാളി ആരാണ്? നമ്മൾ ഒരു ആക്ടിവിറ്റി ബുക്കിലെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് കുറച്ച് തൊഴിലുകളെ പറ്റി എഴുതുന്നുണ്ടല്ലേ. കൃഷി അല്ലാതെ നമുക്ക് അറിയാൻ പറ്റുന്ന തൊഴിലുകൾ. അതിൽ ലൈൻമാൻ എന്ന് ഏറ്റവും എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി യോജിച്ചത് വരച്ചു കേൾക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പോലീസ്, കൃഷിക്കാരൻ, പോസ്റ്റ്മാൻ, ഫോട്ടോഗ്രാഫർ. ഇതും വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അവസാനത്തേതാണ് ഇതിൽ ഏറ്റവും ഒരു തമ്മിൽ ഒരു കുറച്ചും കൂടി ആലോചിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു. അതൊരു കവിതയുടെ ബാക്കി എഴുതാനാണ്. വീട്ടിലുണ്ടൊരു തോട്ടം, പച്ചക്കറി തൻ തോട്ടം, പച്ച നിറത്തിൽ പയറുണ്ട്, നീണ്ടു മെലിഞ്ഞൊരു പയറുണ്ട്. നമ്മൾ കടങ്കഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതും എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചുവന്ന നിറത്തിൽ തക്കാളി, മിനുസമുള്ളൊരു തക്കാളി. ഇനി നമുക്ക് എന്താ? വീട്ടിലുണ്ടൊരു തോട്ടം, പച്ചക്കറി തോട്ടം, പച്ച നിറത്തിലുള്ള കൈപ്പക്ക, നിറയെ മുള്ളുകളുള്ള കൈപ്പക്ക എന്നൊക്കെ എഴുതാം. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആക്ടിവിറ്റി ബുക്ക് ബേസ്ഡ് ആണ് കുറച്ചും കൂടി ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.